ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നല്ല മഴയൊക്കെ പിടിച്ചിട്ടുള്ള ഒരു രാവിലെയാണ് ഇന്ന്. ഭയങ്കര തിരക്ക് പിടിച്ച രാവിലെയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഞാൻ എണ്ണീറ്റ് വന്ന സമയം എന്ന് പറഞ്ഞാൽ ബെഡിൽ നിന്ന് എണ്ണീറ്റത് 7:45 കേട്ടോ. പിന്നെ പല്ലൊക്കെ തേച്ച് വെളിയിൽ വന്നപ്പോഴത്തേക്കിന് 8 മണി, കറക്റ്റ് 8 മണിയായപ്പോഴാണ് ഞാൻ അടുക്കളയിൽ എത്തിയത്. 5:52 അലാം ഓഫ് ചെയ്തിട്ട് കിടന്നതാണ് കേട്ടോ. അങ്ങനെ അലാം ഓഫ് ചെയ്തിട്ട് ഞാനൊരു 6:10 ചിലപ്പോൾ 6 മണി അങ്ങനെയൊക്കെ എണ്ണീക്കാറ്. പക്ഷെ അത് ഓഫ് ചെയ്തിട്ട് ഇന്ന് ഒരു ഉറക്കം ഉറങ്ങിപ്പോയി കേട്ടോ. എന്താ ഉറക്കമാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോൾ അത് 8 മണിക്കാണ് വന്ന് അടുക്കളയിൽ നിന്ന് തുടങ്ങുന്നത്. അപ്പം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കുറച്ച് ദിവസമായി ശേഷം ഇപ്പോൾ സ്കൂളിൽ ചോറൊക്കെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്നോട് ഇന്നലെ പറഞ്ഞിരുന്ന് ഇഡലി സാമ്പാറും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും പറഞ്ഞു ശരി, നാളെ ഉറപ്പായിട്ട് ഇഡലി സാമ്പാറും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ മാവൊക്കെ അരച്ച് വെച്ച് രാവിലെ മാവ് വന്ന് നോക്കിയപ്പോൾ പുളിച്ചൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ സന്തോഷം. അപ്പോൾ ഇത്രയും ലേറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയും ചമ്മന്തി ഇച്ചിരിയൊക്കെ താമസിക്കുന്ന സമയത്ത് ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ കൊടുത്തു വിടാറുണ്ടല്ലോ. അപ്പം അങ്ങനെ കൊടുത്തു വിടാമെന്ന്. പിന്നെ എനിക്ക് ശരിയാ മനസ്സങ്ങോട്ട്, ഞാൻ തന്നെ പറഞ്ഞാണല്ലോ ഇഡലി സാമ്പാർ ഉറപ്പായിട്ടും കൊടുക്കാമെന്ന്. അതുകൊണ്ട് ഇഡലി സാമ്പാറും തന്നെ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഡലി കുഴപ്പമില്ല, പെട്ടെന്നാകും. പിന്നെ സാമ്പാർ ആകണമല്ലോ, അതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും സമയമുണ്ട്, ഒപ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ദേ തട്ടിൽ ഇഡലിക്കൊക്കെ ഒഴിച്ചൊക്കെ വെച്ചു. അത് 2 നേരത്തേക്കുള്ള മാവേ ഞാൻ അരച്ച് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുമിച്ച് തന്നെ ഉപ്പിട്ട് ഞാൻ കലക്കിയെടുക്കുന്നത് കേട്ടോ. അതേ തട്ടിലൊക്കെ ഇതേ കണ്ടോ, ഈ ഒരു പാത്രത്തിൻ്റെ അരഭാഗമേ ഉള്ളൂ. ഇതിപ്പോൾ രാവിലെ എടുത്താൽ നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ ഉണ്ടാക്കാനുള്ള മാവിനകത്ത് കാണും കേട്ടോ. ഈ ഒരു 2 തട്ടോ അല്ലെങ്കിൽ 3 തട്ടോ ഇഡലി ആയിരിക്കും. 2 തട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളത് വൈകുന്നേരത്തേക്കോ അല്ലെങ്കിൽ നാളെ രാവിലത്തേക്കോ. അപ്പോൾ ഉപ്പിട്ട് വെച്ചാലും കുഴപ്പമില്ല, ഒരു പ്രാവശ്യം കൂടെ എടുക്കുമ്പോൾ അങ്ങ് തീരുമല്ലോ. അതുകൊണ്ട് ഒരുപാട് മാവൊക്കെയാണ് അരച്ച് വെക്കുന്നതെങ്കിൽ കുറച്ച് മാവ് ഒഴിച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കുകയാണ് പതിവ് കേട്ടോ. അപ്പോൾ അതേ സാമ്പാറിനും കൂടി പരിപ്പ്, അത്രയും പരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അതും കൂടി അങ്ങ് കുക്കറിൽ വേകാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഞാനെല്ലാം ധൃതി പിടിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ കേശപ്പൻ എണ്ണീറ്റിട്ടില്ല. അപ്പം ഞാനിന്ന് വിളിക്കാനും നിൽക്കുന്നില്ല. എൻ്റെ ഇഡലി സാമ്പാറൊക്കെ ഒന്ന് ആയതിന് ശേഷമൊക്കെ വിളിക്കുന്നുള്ളൂ. 9:15 ആകുമ്പോൾ 9:15 9:20 ആകുമ്പോഴത്തേക്കിന് സ്കൂളിൽ എത്തിച്ചാൽ മതിയല്ലോ. പിന്നെ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന പച്ചക്കറിയാണിത് കേട്ടോ. കുറച്ച് സാമ്പാറിന് മാത്രമുള്ളത് വാങ്ങിച്ചാണേ, അതും സവാളയും കൂടെ. അപ്പോൾ അത് ഞാൻ മുറത്തിൽ തന്നെ ഇന്നലെ വെച്ചിരുന്നു, ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അതേ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ. ചില സമയത്തൊരു മൂടൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെക്കും കേട്ടോ. പിന്നെ വലിയ പാടൊന്നുമില്ലല്ലോ, രാവിലെ ഇഡലി സാമ്പാറും ആണെങ്കിൽ അതരിന് താമസമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ അരിഞ്ഞൊന്നും ചിലപ്പോൾ വെക്കാറുമില്ല. അങ്ങനെ അതേ കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. പറഞ്ഞാൽ ഇന്നത്തെ ഉറക്കം എന്തുറക്കമാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ഞെട്ടിയാണ് എണ്ണീറ്റിട്ട് നേരെ നോക്കിയപ്പോൾ തന്നെ 7:45. അപ്പം വെളിയിലോട്ട് ജനലിൻ്റെ അതുവഴി നോക്കിയപ്പോഴത്തേക്കിനെ വെയിലൊന്നും കാണുന്നില്ല കേട്ടോ. പക്ഷേ ഈ മഴ പെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രിയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ മഴ പെയ്തു. പിന്നെ രാത്രി ഉറങ്ങിയതിന് ശേഷം മഴ പെയ്തൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വെയിലൊന്നും അകത്തോട്ട് അടിക്കുന്നില്ല. അങ്ങനെ ഞാൻ വെളിയിൽ വന്ന് നോക്കിയപ്പോഴത്തേക്കിനും നല്ല മഴയും കൂടി. എനിക്ക് തോന്നുന്നു ആ ഒരു ഇരുണ്ട് മൂടിയ കാലാവസ്ഥയും മഴക്കോളും തണുപ്പും ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയത് കേട്ടോ. അപ്പോൾ അതെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് പരിപ്പ് അവിടെ വേകുന്ന സമയം കൊണ്ട് ഞാൻ പോയി നേരെ ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനിയും കേശപ്പൻ എണ്ണീറ്റിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ചില സമയത്തൊക്കെ തന്നെത്താനെ വന്ന് എടുത്ത് വെക്കാറുണ്ട്. എടുത്ത് വെച്ചാലും ഞാൻ അതിൻ്റെ പുറത്ത് പിന്നെയും വന്ന് നോക്കും കേട്ടോ, ഇവർ എടുത്ത് വെക്കുന്നതൊക്കെ കറക്റ്റ് ആണോ എന്നൊരു സംശയം കാരണം. അതുകൊണ്ട് ഇതേ ബാഗിനകത്ത് കണ്ടോ കുറേ ചെറിയ ചെറിയ ബുക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പഴയ പേപ്പറൊക്കെ കീറിയിട്ട് ഇതുപോലെ കുറേ ചെറിയ ചെറിയ നോട്ട്സ്. പണ്ട് എനിക്ക് ഒരുള്ള സ്വഭാവമായിരുന്നു കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു വീട്ടിൽ വെച്ചിട്ട്. ഇതിപ്പോൾ സ്റ്റാപ്ലെയറൊക്കെ അടിച്ച് പിന്നടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ, ചെറിയ ചെറിയ നോട്ട്സ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് കാണുമ്പോൾ എടുത്ത് ബാഗിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ അവൻ പറയുന്നത്, അവൻ ക്ലാസ് ലീഡറൊക്കെ ആയതുകൊണ്ട് ക്ലാസ്സിൽ മിണ്ടുന്നവരുടെ പേരെഴുതാൻ വേണ്ടിയിട്ടാണെന്നും പറഞ്ഞാണ് ഇത് കൊണ്ട് നടക്കുന്നത് കേട്ടോ. പക്ഷേ അതിൽ അവൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ടീച്ചർമാർ ക്ലാസ്സിൽ ഇല്ലാത്തപ്പോൾ തന്നെ മിണ്ടുന്നവരുടെ പേരൊക്കെ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് ലീഡർ. അപ്പോൾ അതുപോലെ കൊണ്ട് നടക്കണേണ് അവനും. അങ്ങനെ ആ സമയത്ത് സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്തു. പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പരിപ്പ് ഒരു 3-4 വിസിലടിച്ചു. സാമ്പാറിൻ്റെ കഷ്ണത്തിനകത്ത് ഞാൻ 2 വിസിലടിക്കുമ്പോഴത്തേന് കഷ്ണം വേഗം കേട്ടോ. അതാകുമ്പം ഉടഞ്ഞൊന്നും പോകത്തില്ല. എനിക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അതുപോലെ കിടക്കണം, പക്ഷേ വെന്തതായിരിക്കണം. പക്ഷേ കഷ്ണം അതുപോലെ ഇങ്ങനെ കിടക്കുകയും വേണം കേട്ടോ. ആ രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേഗം വെച്ചു. അപ്പോഴത്തേന് നമ്മുടെ തട്ടിൽ ഇഡലി റെഡി ആയിട്ടുണ്ട്. അതിനെ ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ചൂടോടെ എടുക്കത്തില്ലല്ലോ, ഒന്ന് എടുത്ത് മാറ്റി വെച്ചേ. അപ്പോൾ ഇന്നലെ കുടിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചത് തീർന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാനുള്ള വെള്ളം മാത്രമാണ് തിളപ്പിച്ചത്. വലിയ പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സമയം എടുക്കുമല്ലോ. അപ്പം കൊണ്ടുപോകാനുള്ളത് മാത്രം ചെറിയൊരു കലത്തിനകത്ത് തിളപ്പിച്ചു. അതിനെ തണുക്കാൻ വേണ്ടി വെള്ളത്തിനകത്തോട്ട് ഇറക്കി വെച്ചു കേട്ടോ. നമ്മുടെ നാട് ഇഡലിയൊക്കെ റെഡിയായി. പിന്നെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു മുട്ടയും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച്
കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് ദേ മുട്ടയും കൂടി പൊരിച്ചങ്ങ് മാറ്റി വെച്ചു. സാമ്പാറാകുമ്പോൾ പിന്നെ എടുത്താൽ മതിയല്ലോ, ആ സമയത്ത് മുട്ട പൊരിക്കാൻ നിൽക്കേണ്ടല്ലോ. അങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ദേ കണ്ടോ വെന്തു. പിന്നെ വെന്തതിന് ശേഷം തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ മസാലയല്ല സാമ്പാർ പൊടി ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിവെള്ളം ദേ ചേർത്തിട്ടുണ്ട്. കായം ലാസ്റ്റ്, ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം കായം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അവസാനം ദേ കടുവൊക്കെ വറുത്ത് ചേർത്തു. കടുക് വറുത്ത് ചേർക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടാറുണ്ട് കേട്ടോ. ഇപ്പോൾ സാമ്പാർ പൊടി ഇല്ലാത്തതുകൊണ്ട് സാമ്പാർ പൊടിയൊന്നും ഇട്ടില്ല. അതെ, കടുവും കൂടി വറുത്ത് ചേർത്തു. അപ്പോഴാണ് ഞാൻ ഓർത്തതിൻ്റെ നമ്മുടെ പൊടിക്കൈ ജീരകപ്പൊടി ചേർത്തില്ലായിരുന്നേ. അപ്പം മല്ലിയില ചേർത്ത സമയത്ത് കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ദേ സാമ്പാർ അടിപൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കടുക് വറുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കും, എന്നിട്ട് മാറ്റി വെച്ചു. പിന്നെ അതേ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്തു. ഞാൻ ഇന്നൊരു 3 ഇഡലി വെച്ചിട്ടുണ്ട് കേട്ടോ. 3 ഇഡലിയും ഒരു മുട്ടയും കൂടി വെച്ചു. സാധാരണ 2 ഇഡലിയാണ് കൊടുത്തു വിട്ടതിന് ശേഷമാണ് എനിക്കിങ്ങനെ ദൈവമേ 3 ഇഡലി വെച്ച് 3 കഴിക്കുമോ, ഒരു മുട്ടയും കൂടിയൊക്കെ ഉള്ളതല്ലേ. എന്തായാലും വെച്ചു. അങ്ങനെ അതേ ചൂടോടെ സാമ്പാർ ഒഴിച്ചിട്ട് സാമ്പാറും ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു കേട്ടോ. വെള്ളമൊക്കെ തണുത്ത് ബോട്ടിലിൽ ഒഴിച്ചു വെച്ചു. സാമ്പാറിനെ അതുപോലെ തന്നെ നേരത്തെ പോലെ വെള്ളത്തിനകത്തോട്ട് ഇറക്കി വെച്ചു. അങ്ങനെ അതെല്ലാം വെച്ചതിന് ശേഷം പോയി എണ്ണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ചു, കുളിപ്പിച്ച് ഡ്രസ്സും ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനത് ഇനി യൂണിഫോമൊക്കെ ഇട്ടിട്ട് കഴിക്കണം. ഇനി കഴിക്കാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. പിന്നെ ഇഡലി സാമ്പാറും ആയതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങ് പൊയ്ക്കോളൂ. അങ്ങനെ എല്ലാം റെഡിയാക്കി നിർത്തി കഴിഞ്ഞാൽ ഇപ്പം തന്നെ സമയം 9 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി 9 മണിയായ സമയത്താണ് ഇനി കഴിക്കാൻ പോകുന്നത്. അങ്ങനെ ഇനി കഴിപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക് തുടങ്ങാൻ പോവാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ധൃതി ഓടിക്കുന്നു, പക്ഷേ അവിടെ അച്ഛനും മോനും ഒരു ധൃതി വെപ്പൊന്നുമില്ല കേട്ടോ. അവർക്ക് ഒരുപാട് സമയമുണ്ടെന്നുള്ള രീതിയിലാണ് അവർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ഒറ്റയ്ക്കാണ് പിന്നെയാണ് ഇന്നലെ രാത്രി ചിഞ്ചു അവനും കൂടെ ക്ലേ വെച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടാക്കിയ എന്തോ ആണ് ഇപ്പോൾ കൊണ്ട് കാണിച്ചത്. ടൊമാറ്റോ എന്തോ ആണെന്ന് തോന്നുന്നു ഉണ്ടാക്കിയത്. അതിന് കളറൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അതാണിപ്പോൾ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനത്തെ എൻ്റെ ആ ഒരു രാവിലത്തെ കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. ഇതും കൂടി കെട്ടി ആ കിറ്റിലും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തീർന്നു, എൻ്റെ പരിപാടി തീർന്നു. ഇനി അവർ രണ്ടുപേരും പോയാൽ മാത്രം മതി കേട്ടോ. എൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇത് എടുത്തും വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ഓർക്കണേ. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ രാവിലത്തെ തിരക്ക് പിടിച്ച രാവിലെ എന്ന് വേണമെങ്കിൽ പറയാം, അതങ്ങ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ദേ രണ്ടുപേരും പോയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ.